BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അടിസ്ഥാനരഹിതം. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി പരാമർശിച്ച കേസിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് എഫ്ഐആർ ഫയൽ ചെയ്തത്. 2023 ആലന്ദ് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാരെ നീക്കാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നുവെന്നും കമ്മീഷൻ പറഞ്ഞു. പൊതുജനങ്ങളിൽ ആർക്കും ഓൺലൈനായി വോട്ട് നീക്കം ചെയ്യുവാൻ ആകില്ലെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹൈഡ്രജൻ ബോംബ് അല്ലെന്ന് തുടക്കത്തിലെ വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ കടന്നാക്രമിച്ചാണ് വോട്ട് കൊള്ളയിൽ പുതിയ തെളിവുകൾ നിരത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ആലന്ദ് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന് ലഭിക്കുമായിരുന്ന 6018 വോട്ടുകൾ പട്ടികയിൽ നിന്നും ആസൂത്രിതമായി ഒഴിവാക്കി. സംസ്ഥാനത്തിന് പുറത്തുനിന്നും വിവിധ മൊബൈൽ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് പട്ടികയിൽ നിന്നും പേര് നീക്കുവാനുള്ള അപേക്ഷ നൽകിയത്. സൂര്യകാന്ത് എന്നയാളുടെ പേരിൽ മാത്രം ഇങ്ങനെ 12 വോട്ടുകൾ നീക്കി. 14 മിനിറ്റിനുള്ളിലാണ് വോട്ടേഴ്സിനെ നീക്കം ചെയ്തത്. 36 സെക്കൻഡിനുള്ളിൽ 2 അപേക്ഷകൾ പൂരിപ്പിച്ചു നൽകി. ആലന്ദ് മണ്ഡലത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വോട്ടേഴ്സിനെ വാർത്താ സമ്മേളന വേദിയിൽ എത്തിച്ചായിരുന്നു രാഹുലിന്റെ ആരോപണം. മഹാരാഷ്ട്രയിലെ രജൂറയിൽ 6800-ലേറെ വ്യാജ വോട്ടർമാരെ കൂട്ടിച്ചേർത്തെന്ന ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഇതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ ഉൾപ്പെടെ കേന്ദ്രീകൃത സംവിധാനമുണ്ടെന്നും ഇവരെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായ ധാരണ ഉണ്ടെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. വോട്ടേഴ്സിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 18 മാസത്തിനുള്ളിൽ 18 കത്തുകൾ കർണാടക CID തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ല. പട്ടികയിൽ നിന്നും പേര് വെട്ടാൻ അപേക്ഷ നൽകിയ കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തേടിയായിരുന്നു കത്ത്. വോട്ട് കൊള്ളക്കാരെ ജ്ഞാനേഷ് കുമാർ സംരക്ഷിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണ വിവാദങ്ങളിൽ സ്വർണ്ണപ്പാളിയിലെ തൂക്കക്കുറവിൽ നേരറിയുവാൻ വിജിലൻസ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലെ തൂക്കക്കുറവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കി. ശബരിമലയെ ലോകത്തിന് പരിചയപ്പെടുത്താനെന്ന പേരിൽ ഒരു ഭാഗത്ത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോഴാണ് ശബരിമലയിൽ സ്വർണ്ണ വിവാദം ചൂടുപിടിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച വിവാദം തൂക്കക്കുറവ് കണ്ടെത്തിയതോടെ കൂടുതൽ സങ്കീർണമാവുകയാണ്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുമ്പോൾ മതിയായ അനുമതി തേടിയില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ ആദ്യ നിരീക്ഷണം. ഇതോടെയാണ് സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വിവാദമാവുന്നത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി ഉടൻ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സ്വർണ്ണപ്പാളികൾ ഉടൻ ശബരിമലയിൽ എത്തിക്കണമെന്ന് കോടതി ഉത്തരവിൽ സാങ്കേതിക ന്യായീകരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രംഗത്ത് വന്നു. ചെന്നൈയിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി എത്തിച്ച സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്ന രാസപ്രക്രിയയായ ഇലക്ട്രോപ്ലേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചത്. തുടർന്നാണ് സ്വർണ്ണപ്പാളിയുടെ ഭാരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംശയം ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കിയത്. 2019 ദ്വാരപാലക ശില്പം സ്വർണം പൂശാനായി കൊണ്ടുപോകുമ്പോൾ 42 കിലോ ഭാരമുണ്ടായിരുന്നു എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. തിരികെ കൊണ്ടുവന്നപ്പോൾ 4 കിലോ ഭാരം കുറഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഇതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 20നും 25നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതർക്ക് പ്രതിമാസം 1000 രൂപ നൽകും. ബീഹാറിൽ വമ്പൻ പ്രഖ്യാപനവുമായി നിതീഷ് കുമാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വമ്പൻ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ബീഹാറിലെ ബിരുദധാരികളായ തൊഴിൽ രഹിതർക്ക് പ്രതിമാസം 1000 രൂപ നൽകുമെന്ന് പ്രഖ്യാപനം. 20നും 25നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതർക്കും 1000 രൂപ നൽകും. 2 വർഷത്തേക്കാകും ഇവർക്ക് സഹായം നൽകുക. കൂടാതെ ബീഹാർ സ്റ്റുഡന്റ് ക്രെഡിറ്റ് കാർഡ് സ്കീം പ്രകാരമുള്ള വായ്പകൾ പൂർണ്ണമായും പലിശരഹിതമായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ എടുക്കാം. ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസമേകുകയാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പദ്ധതി. മുൻപ് ജനറൽ കാറ്റഗറിക്കാർ 4% പലിശയായിരുന്നു നൽകേണ്ടിയിരുന്നത്. സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ്, വിദ്യാർത്ഥികൾ എന്നിവർ 1% പലിശയും നൽകിയിരുന്നു. എന്നാൽ പുതുക്കിയ പദ്ധതിയിൽ എല്ലാ വിഭാഗക്കാർക്കും പലിശ നിരക്ക് 0 കുറച്ചു.
2 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് തിരിച്ചടവ് സമയം 5 വർഷത്തിൽ നിന്നും 7 വർഷമായി നീട്ടി. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകളിൽ വിദ്യാർത്ഥികൾക്ക് മുൻപത്തെ 7 വർഷത്തിന് പകരം ഇപ്പോൾ 10 വർഷം തിരിച്ചടയ്ക്കുവാൻ സമയം ലഭിക്കും. സാമ്പത്തിക പ്രതിസന്ധി കാരണം ബീഹാറിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നഷ്ടമാകാതിരിക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് നിതീഷ് കുമാർ പറഞ്ഞു. അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ ആദ്യവാരത്തോടെ പ്രഖ്യാപിക്കും എന്നാണ് സൂചന. നവംബർ ആദ്യവാരം വോട്ടെടുപ്പ് നടത്തുവാനാണ് ആലോചന. 3 ഘട്ടങ്ങളിലായിട്ടാകും വോട്ടെടുപ്പ് നടത്തുക. തെരഞ്ഞെടുപ്പിന്റെ കരട് മാർഗനിർദ്ദേശം തയ്യാറായതായാണ് സൂചന. പ്രഖ്യാപനത്തിന് മുൻപേ അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിച്ചേക്കും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ പുറത്തായ 65 ലക്ഷം പേർക്കും ആക്ഷേപം ഉന്നയിക്കുവാനുള്ള സമയപരിധി ഈ മാസം അവസാനിക്കും. രാഹുൽ ശ്രദ്ധ പുലർത്തണമായിരുന്നു. സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ട കാര്യമില്ല. ഷാഫിക്കെതിരെയുള്ള വിമർശനം സ്വാഭാവികം. രമേശ് പിഷാരടി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിച്ച് നടൻ രമേശ് പിഷാരടി. MLA കുറെ കൂടി ശ്രദ്ധ പുലർത്തണമായിരുന്നു. പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നും രമേശ് പിഷാരടി വ്യക്തമാക്കി. MLAക്കെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് അനുഭാവി കൂടിയായ രമേശ് പിഷാരടിയുടെ പ്രതികരണം. എന്നാൽ ആരോപണങ്ങൾ തെളിയും. രാഹുലിനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആരോപണങ്ങൾ തെളിയും വരെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ട കാര്യമില്ല. പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. വിധി വരട്ടെ എന്ന് പറയുവാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലുമില്ലെന്നും രമേശ് പിഷാരടി വ്യക്തമാക്കി. ഷാഫിക്കെതിരെയുള്ള വിമർശനം സ്വാഭാവികമാണ്. രാഹുലിന്റെ സുഹൃത്ത് ആയതിനാൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകും. ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ 2.5 വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായി. അതേസമയം വിവാദ കൊടുങ്കാറ്റിനിടെ നിയമസഭയിൽ എത്തിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമല ദർശനത്തിനും എത്തിയിരുന്നു. അടൂരിലെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും കെട്ടിനിറച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിൽ ദർശനത്തിനായി പോയത്. ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല. സുരേഷ് ഗോപിയുടെ മറുപടി സങ്കടമുണ്ടാക്കിയെന്ന് ആനന്ദവല്ലി. കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക ക്രമക്കേടിൽ ചോദ്യമുന്നയിച്ച് തന്നോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലെന്ന് ആനന്ദവല്ലി. ഇരിങ്ങാലക്കുടയിലെ കല്ലുങ്ക് സൌഹൃദ സംവാദത്തിനിടെ നടന്ന സംഭവങ്ങളിൽ സങ്കടമുണ്ടെന്നും ആനന്ദവല്ലി പ്രതികരിച്ചു. സുരേഷ് ഗോപിയെ കണ്ട സന്തോഷത്തിൽ ചെന്നതാണ്. സഹകരണ ബാങ്കിലെ കാശ് എന്ന് ചോദിച്ചു. നല്ലൊരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. കിട്ടുമെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. അതിൽ വിഷമമുണ്ട്, ആനന്ദവല്ലി പറഞ്ഞു. കരുവന്നൂർ ബാങ്കിലെ പണം തിരിച്ചു കിട്ടുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഈയിടെ പിടിച്ചെടുത്ത കാശ് തിരിച്ചു ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരുവാനുള്ള സംവിധാനമൊരുക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കുവാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. പരസ്യമായിട്ടാണ് പറയുന്നത്, സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം ചേർപ്പിലെ കല്ലുങ്ക് സംവാദത്തിനിടെ വയോധകന്റെ അപേക്ഷ നിരസിച്ച സംഭവത്തിൽ ഇന്നലെ അദ്ദേഹം വ്യക്തത വരുത്തിയിരുന്നു. തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ. ചെയ്യാൻ കഴിയാത്തത് പറ്റില്ല എന്ന് ഇനിയും പറയും. ചില കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കല്ലുങ്ക് സൌഹൃദ സദസ്സ് പരിപാടിയെ തകർക്കുവാൻ അനുവദിക്കില്ല. 14 ജില്ലകളിലും കല്ലുങ്ക് സൌഹൃദ സദസ്സ് നടത്തും, അദ്ദേഹം ഇന്നലെ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പരിപാടിയെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ശിവഗിരി മഠത്തിന്റെ പിന്തുണ. സർക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിന് ശിവഗിരി മഠത്തിന്റെ പിന്തുണ. അയ്യപ്പ സംഗമത്തെ കുറ്റം പറയുവാൻ ആർക്കും അവകാശമില്ലെന്നും സംഗമത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സംഗമത്തിന്റെ ലക്ഷ്യമെന്തെന്ന് കേരളത്തിലെ പ്രബുദ്ധ ജനതയ്ക്ക് മനസ്സിലാവും. അന്നേ ദിവസം ശിവഗിരിയിൽ മറ്റ് ചടങ്ങുകൾ ഉള്ളതിനാൽ നേരിട്ട് പങ്കെടുക്കുവാൻ സാധിക്കില്ലെന്നും മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പ്രതികരിച്ചു. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരു ദിവസം മാത്രമാണ് ബാക്കി. പരിപാടിക്കായുള്ള അന്തിമഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നവരുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന TKA നായർ, മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ K ജയകുമാർ, മുൻ DGP ജേക്കബ് പുനൂസ് ഉൾപ്പെടെ മുതിർന്ന IPS ഉദ്യോഗസ്ഥർ എന്നിവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. ശബരിമല മാസ്റ്റർ പ്ലാൻ, സ്പിരിച്വൽ ടൂറിസം, ഗ്രൌണ്ട് മാനേജ്മെന്റ് എന്നിങ്ങനെയാണ് സെഷനുകൾ. ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലാ കളക്ടർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ 9:30 തന്നെ പരിപാടി ആരംഭിക്കും. 10:30 പമ്പ തീരത്ത് ആഗോള IF സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ സെഷനുകൾ പൂർത്തീകരിച്ച സമാപന സമ്മേളനത്തിൽ ക്രോഡീകരിച്ച റിപ്പോർട്ടും അവതരിപ്പിക്കും. 4 മണിക്ക് ശേഷം സംഗമത്തിനെത്തുന്ന ഡെലിഗേറ്റുകൾക്ക് അയ്യപ്പ ദർശനത്തിനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്.
രാജ്യത്ത് നടക്കുന്നത് വോട്ട് കൊള്ള. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ എല്ലാവരും കേൾക്കണം. ജനാധിപത്യം സംരക്ഷിക്കണം. പ്രിയങ്ക ഗാന്ധി. കർണാടകയിലെ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ച് വോട്ടർമാരെ കൂട്ടത്തോടെ നീക്കി എന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വ്യാജ ലോഗിൻ വഴിയാണ് ഇത് നടക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു. തെളിവായി കർണാടകയിലെ ആലന്ദ് മണ്ഡലത്തിൽ നിന്നും സാക്ഷികളെ ഹാജരാക്കിയായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം. രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ എല്ലാവരും കേൾക്കാൻ തയ്യാറാകണം. അതിന്റെ ഗൌരവം ഉൾക്കൊള്ളണം. രാജ്യത്ത് നടക്കുന്നത് വോട്ട് കൊള്ളയാണെന്നും പ്രിയങ്ക ആരോപിച്ചു. രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കണം, ഭരണഘടന സംരക്ഷിക്കണം. അതിന് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കണമെന്നും അവർ വ്യക്തമാക്കി. ഹൈഡ്രജൻ ബോംബ് വരുന്നതേയുള്ളൂവെന്ന് പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം തുടങ്ങിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ട് ചോരികളെ സംരക്ഷിക്കുകയാണ്. താൻ തെളിവ് കാണിക്കാം. പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരെ ഒഴിവാക്കുകയാണ്. വോട്ട് കൊള്ളയ്ക്ക് 101% തെളിവുണ്ടെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.